ഹായ് സ്റ്റുഡൻസ്, അപ്പോൾ നമ്മൾ ഈ ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്നത് ലിവിങ് സ്റ്റേറ്റിനെ പറ്റിയാണ്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ നമ്മൾ മെറ്റാബോളിസത്തിനെ പറ്റിയൊക്കെ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു. അപ്പോൾ ഈ ക്ലാസ്സിൽ 9.11 എന്ന് പറയുന്ന സെക്ഷനകത്ത് നമ്മൾ ലിവിങ് സിസ്റ്റത്തിനെ പറ്റിയാണ് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഇത്രയും നമ്മൾ പഠിച്ചു, ഈ ചാപ്റ്ററിൽ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പഠിച്ചു. അതിനകത്ത് നമുക്ക് മനസ്സിലായ കാര്യം എന്താണ്? ഒരു ലിവിങ് ഓർഗാനിസത്തിനകത്ത് ഒരുപാട് 10ഓ 1000ഓ അങ്ങനെ ഒരുപാട് കെമിക്കൽ കോമ്പൗണ്ട്സ് ഉണ്ട് ഒരു ലിവിങ് ഓർഗാനിസത്തിനകത്ത്. അവയെ നമ്മൾ മെറ്റാബോളൈറ്റ്സ് എന്നും ബയോമോളിക്യൂൾസ് എന്നും ഒക്കെ നമ്മൾ വിളിച്ചു. അതെല്ലാം ഒരേ കോൺസെൻട്രേഷനിലായിരിക്കത്തില്ല ഓരോ ഇൻഡിവിജ്വലിലും കാണുന്നത്. ഓക്കെ, ഇപ്പം ഹ്യൂമൻസ് എടുക്കുകയാണെങ്കിൽ ഹ്യൂമൻസിനകത്ത് ഇത്ര പർട്ടിക്കുലർ അളവേ ഗ്ലൂക്കോസ് ബ്ലഡിൽ കാണാവുള്ളൂ, അല്ലെങ്കിൽ കൊളസ്ട്രോൾ കാണാവുള്ളൂ എന്നൊക്കെ നമ്മൾ പറയും. അത് ഇച്ചിരി കൂടുതലാണെങ്കിൽ നമ്മൾ പറയും അത് ഡയബറ്റിക് ആണെന്ന് പറയും അല്ലേ, ഷുഗർ കണ്ടൻറ്റ് കൂടുതലാണെങ്കിൽ. അത് കുറഞ്ഞാലാണെങ്കിൽ എന്താണ്, അങ്ങനെ ഓരോ കൂടിയാലും കുറഞ്ഞാലും പ്രശ്നമാണ്. അതെല്ലാം ഒരു മിനിമം ഒരു കോൺസെൻട്രേഷനിൽ എല്ലാം നമ്മുടെ ബോഡിയിൽ പ്രസൻ്റ് ആണ്. അപ്പോൾ ബ്ലഡ് കോൺസെൻട്രേഷൻ ഓഫ് ഗ്ലൂക്കോസ് ഇൻ നോർമൽ ഹെൽത്തി ഇൻഡിവിജ്വൽ എന്ന് പറയുന്നത് ഒരു ബ്ലഡിനകത്തുള്ള ഗ്ലൂക്കോസിൻ്റെ നോർമൽ അളവെന്ന് പറയുന്നത് എത്രയാണ്? 4.5 to 5 mm ആണ് ഒരു നോർമൽ ഹെൽത്തി ഇൻഡിവിജ്വലിനകത്തുള്ള ബ്ലഡിൻ്റെ ഗ്ലൂക്കോസിൻ്റെ അളവെന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഹോർമോൺസ് എത്രയാണ് കാണുന്നത്? വളരെ കുറച്ച് നാനോഗ്രാംസ് അല്ലെങ്കിൽ ml ഹോർമോണിൻ്റെ അളവ് കാണുന്നത്. അങ്ങനെ ഓരോ പർട്ടിക്കുലർ കോമ്പൗണ്ടുകളും ഇന്ന കോൺസെൻട്രേഷനിലൊക്കെ ആയിരിക്കും നമ്മുടെ ശരീരത്തിൽ കാണുന്നത്. ഓക്കെ, the most important fact of biological system is that all living organisms exist in a steady state characterized by concentration of each of these biomolecules. അപ്പോൾ എന്താണ്, നമ്മുടെ എല്ലാ ലിവിങ് ഓർഗാനിസത്തിൻ്റെ ബയോളജിക്കൽ സിസ്റ്റത്തിനകത്ത് ഈ പറഞ്ഞ സാധനങ്ങളുടെയൊക്കെ ഈ ബയോമോളിക്യൂൾസിൻ്റെയൊക്കെ കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത് ഒരു സ്റ്റഡി സ്റ്റേറ്റ് ക്യാരക്ടറിസ്റ്റിക് കാണിക്കുന്നവരാണ്. എന്ന് വെച്ചാൽ ഈ മോളിക്യൂൾസ് എല്ലാം ഒരു മെറ്റാബോളിക് ഫ്ലക്സ് ആണ് ശരിക്കും കാണിക്കുന്നത്. എന്ന് വെച്ചാൽ ഇവർ എന്തെങ്കിലും കെമിക്കലോ അല്ലെങ്കിൽ ഫിസിക്കൽ പ്രോസസ്സോ ഒക്കെ നടക്കുമ്പോഴത്തേന് അതെല്ലാം എന്താണ്, ഒരു ഇക്വിലിബ്രിയത്തിലേക്ക് കൊണ്ടുപോകും. എന്ത് കാര്യം നടന്നെങ്കിലും നമ്മുടെ ശരീരം എന്ത് ചെയ്യും, അതിനെ പെട്ടെന്ന് അതിനെ നോർമൽ ഇക്വിലിബ്രിയത്തിലേക്ക് കൊണ്ടുപോകാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കും. ഓക്കെ, ദ സ്റ്റഡി സ്റ്റേറ്റ് എന്ന് പറയുന്നത് ഈസ് നോൺ ഇക്വിലിബ്രിയം സ്റ്റേറ്റ്. നമ്മുടെ സ്റ്റഡി സ്റ്റേറ്റ് അല്ലെങ്കിൽ നമ്മുടെ ലിവിങ് സ്റ്റേറ്റ് എന്ന് പറയുന്നത് ഒരു നോൺ ഇക്വിലിബ്രിയം സ്റ്റേറ്റ് ആണ്. എന്നുവെച്ചാൽ നമ്മുടെ ശരീരത്തിലെ എല്ലാ കാര്യങ്ങളും ഇക്വിലിബ്രിയത്തിലാണെങ്കിൽ നമ്മൾ ഒരിക്കലും ജീവിച്ചിരിക്കത്തില്ല. ഓക്കെ, എപ്പോഴും ഒരു ഫ്ലക്സ് വേണം, കൂടിയും കുറഞ്ഞ് അങ്ങനെ ഇരിക്കണം. എന്തെങ്കിലും ഒരു ഫിസിക്കൽ അല്ലെങ്കിൽ ഒരു കെമിക്കൽ പ്രോസസ്സ് വന്നിട്ട് എപ്പോഴും ഇതിനെ ഇക്വിലിബ്രിയത്തിലേക്ക് ആക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കും. ഓക്കെ, പറഞ്ഞാൽ മനസ്സിലായോ? അപ്പോൾ അത് നോൺ ലിവിങ് സ്റ്റേറ്റ് ആണെങ്കിൽ മാത്രമേ, നോൺ ഇക്വിലിബ്രിയം സ്റ്റേറ്റ് ആണെങ്കിൽ മാത്രമേ നമ്മൾ സ്റ്റഡി സ്റ്റേറ്റ് എന്ന് പറയത്തുള്ളൂ. എന്നാലേ നമ്മുടെ ലിവിങ് സ്റ്റേറ്റ് ആയിട്ട് മാറത്തുള്ളൂ. എപ്പോഴാണോ നമ്മുടെ ബോഡി ഒരു ഇക്വിലിബ്രിയം സ്റ്റേറ്റിലോട്ട് എത്തുന്നത് അപ്പോൾ നമ്മൾ മരിക്കും. ഓക്കെ, അല്ലെ നമ്മൾ ജീവിച്ചിരിക്കത്തില്ല. ഒരു ലിവിങ് സ്റ്റേറ്റ് അല്ലെങ്കിൽ ഒരു സ്റ്റഡി സ്റ്റേറ്റ് എന്ന് പറയുന്നത് നോൺ ഇക്വിലിബ്രിയം സ്റ്റേറ്റ് ആണ്. എന്ന് വെച്ചാൽ എന്തെങ്കിലും കെമിക്കൽ അല്ലെങ്കിൽ ഫിസിക്കൽ പ്രോസസ്സ് വന്നിട്ട് എപ്പോഴും എന്ത് ചെയ്യും, ഈ ഇക്വിലിബ്രിയത്തിനെ മാറ്റാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കും. പക്ഷേ എപ്പോഴും ആ ഒരു മെറ്റാബോളിക് ഫ്ലക്സ് നമ്മൾ നിലനിർത്തിക്കൊണ്ടേയിരിക്കും. ഫ്ലക്സ് എന്ന് വെച്ചാൽ ആ ഒരു കയറ്റിയിറക്കമുണ്ട്, എപ്പോഴും കോൺസെൻട്രേഷനിൽ ഇങ്ങനെ വേരിയേഷൻ വന്നുകൊണ്ടിരിക്കും. എപ്പോഴും എല്ലാം കൂടി ഇക്വിലിബ്രിയത്തിലിരിക്കുന്ന ഒരു സ്റ്റേറ്റ് എപ്പോഴും നമുക്ക് വരത്തില്ല. ഓക്കെ, വൺ ഷുഡ് റിമെമ്പർ ഫ്രം ഫിസിക്സ് ദാറ്റ് സിസ്റ്റംസ് അറ്റ് ഇക്വിലിബ്രിയം കാനോട്ട് പെർഫോം വർക്ക്. ഒരു സിസ്റ്റം ഇക്വിലിബ്രിയത്തിലാണ് എങ്കിൽ, ഇപ്പം നമ്മൾ ഒരു ബക്കറ്റിനകത്തുനിന്ന് വേറൊരു ബക്കറ്റിനകത്തേക്ക് ഇങ്ങനെ വെള്ളം ഒഴിക്കുകയാണെന്ന് വെച്ചോ. എന്ന് വെച്ചാൽ ഒരു പൈപ്പ് കണക്ഷനിൽ കൂടി നമ്മൾ വെള്ളം ഒഴിക്കുകയാണ്. അപ്പം എന്താണ്, ആ ഒരു ലെവൽ വരെ നമ്മൾ ഒഴിക്കത്തുള്ളൂ. രണ്ടും ഈക്വൽ ആവുന്നിടം വരെ, രണ്ട് ബക്കറ്റിലെയും വെള്ളം ഈക്വൽ ആവുന്നിടം വരെ നമ്മൾക്ക് വെള്ളം അപ്പുറത്തേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റത്തുള്ളൂ. എന്നാൽ അങ്ങനെ ട്രാൻസ്ഫർ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു വശത്ത് വെള്ളം കൂടി നിൽക്കണം, എങ്കിലേ മറ്റേ ഭാഗത്തോട്ട് വെള്ളം പോകത്തുള്ളൂ. അങ്ങനെ തന്നെ. പക്ഷെ രണ്ട് വശവും ഒരുപോലെ ആയിരുന്നാൽ വെള്ളം അങ്ങോട്ടും പോകത്തില്ല ഇങ്ങോട്ടും പോകത്തില്ല, രണ്ടും ഒരുപോലെ ഇരിക്കും, ഈക്വലായിട്ടിരിക്കും. അതാണ് ഇക്വിലിബ്രിയം സ്റ്റേറ്റ് എന്ന് പറയുന്നത്. മനസ്സിലായോ? അപ്പോൾ നമ്മുടെ സബ്സ്ട്രേറ്റിൻ്റെ ആ ഒരു വശവും ഈ പ്രോഡക്റ്റിൻ്റെ വശവും രണ്ടും ഈക്വലായിട്ടിരിക്കുന്ന ആ ഒരു അവസ്ഥയാണ് ഇക്വിലിബ്രിയം സ്റ്റേറ്റ് എന്ന് പറയുന്നത്. അങ്ങനെ ഒരു സ്റ്റേറ്റിൽ നമ്മുടെ ശരീരം എത്തിക്കഴിഞ്ഞാൽ ഒരിക്കലും എന്ത് നടക്കത്തില്ല, നമ്മൾ ജീവിക്കത്തില്ല. ഓക്കെ, ആ ഒരു സിസ്റ്റം വർക്കിംഗ് ആവത്തില്ല. എപ്പോഴും ഒരു ഫ്ലെക്സ് വേണം.
എങ്കിൽ മാത്രമേ, ഒരു നോൺ ഇക്വിലിബ്രിയം സ്റ്റേറ്റ് ആണെങ്കിൽ മാത്രമേ ആ ഒരു സിസ്റ്റം വർക്ക് ചെയ്യത്തുള്ളൂ, എന്ന് വെച്ചാൽ നമ്മൾ ജീവിച്ചിരിക്കത്തുള്ളൂ. ഓക്കെ, ആസ് ലിവിങ് ഓർഗാനിസം വർക്ക് കണ്ടിന്യൂസ്ലി ദേ കാനോട്ട് അഫോർഡ് റീച്ച് ഇക്വിലിബ്രിയം. മനസ്സിലായോ? ഒരു ലിവിങ് ഓർഗാനിസം കണ്ടിന്യൂസ് ആയിട്ട് വർക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ അതൊരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല, ഇക്വിലിബ്രിയം റീച്ച് ചെയ്യാൻ പാടില്ല. ഹെൻസ് ദ ലിവിങ് സ്റ്റേറ്റ് ഈസ് നോൺ ഇക്വിലിബ്രിയം സ്റ്റഡി സ്റ്റേറ്റ് ടു ബി ഏബിൾ ടു പെർഫോം വർക്ക്. എന്തായിരിക്കണം? ഒരു ലിവിങ് സ്റ്റേറ്റ് എന്ന് പറയുന്നത് എപ്പോഴും നോൺ ഇക്വിലിബ്രിയം ആയിരിക്കണം. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്താണ്? ഒരു ലിവിങ് സ്റ്റേറ്റ് എന്ന് പറയുന്നത് എപ്പോഴും നോൺ ഇക്വിലിബ്രിയം സ്റ്റഡി സ്റ്റേറ്റ് ആയിരിക്കണം. എന്നാൽ മാത്രമേ വർക്ക് പെർഫോം ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. ഓക്കെ, ലിവിങ് പ്രോസസ് ഈസ് എ കോൺസ്റ്റൻറ്റ് എഫേർട്ട് ടു പ്രിവെൻറ്റ് ഫോളിങ് ഇൻ ടു ഇക്വിലിബ്രിയം. എന്താണ്? എപ്പോഴും നമ്മുടെ ലിവിങ് സിസ്റ്റം അല്ലെങ്കിൽ ലിവിങ് പ്രോസസ്സ് ഒരു ഇക്വിലിബ്രിയത്തിലേക്ക് പോവാതെ ഇരിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രിവെൻഷനാണ് ചെയ്യുന്നത്. ദിസ് ഈസ് അച്ചീവ്ഡ് ബൈ എനർജി ഇൻപുട്ട്. അങ്ങനെ ഒരു ഇക്വിലിബ്രിയത്തിലേക്ക് പോവാതെ ഇരിക്കണം എന്നുണ്ടെങ്കിൽ എനർജി ആവശ്യമുണ്ട്. എനർജി ഇല്ലാതെ വെറുതെ പോയി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ഇക്വിലിബ്രിയത്തിലോട്ട് പോകേണ്ടത് എന്ന് പറയാൻ പറ്റത്തില്ല. അവിടെ എനർജി ആവശ്യമുണ്ട്. അപ്പോൾ ഈ എനർജി എവിടെ നിന്നാണ് കിട്ടുന്നത്? മെറ്റാബോളിസം നടന്നെങ്കിൽ മാത്രമേ എനർജി കിട്ടത്തുള്ളൂ. മനസ്സിലായോ? അപ്പം മെറ്റാബോളിസവും ഈ സ്റ്റഡി സ്റ്റേറ്റും തമ്മിലുള്ള ബന്ധം മനസ്സിലായോ? അപ്പോൾ ഒരു നോൺ ഇക്വിലിബ്രിയം സ്റ്റേറ്റിലോട്ട് പോവാതെ ഇരിക്കണം, പോകണമെങ്കിൽ അല്ലെ ഇക്വിലിബ്രിയം സ്റ്റേറ്റിലോട്ട് പോവാതെ ഇരിക്കണം എന്നുണ്ടെങ്കിൽ അവിടെ എനർജി വേണം. ആ എനർജി തരുന്നത് നമുക്ക് ഈ മെറ്റാബോളിസം നടക്കുമ്പോഴാണ്. മനസ്സിലായോ? ഹെൻസ് ദ ലിവിങ് സ്റ്റേറ്റ് ആൻഡ് ദ മെറ്റാബോളിസം ആർ സിനോണിമസ്. മനസ്സിലായോ? ലിവിങ് സ്റ്റേറ്റ് അല്ലെങ്കിൽ മെറ്റാബോളിസം എന്ന് പറയുന്നത് എല്ലാം ഒരേ കാര്യം തന്നെയാണ്. കാരണം ലിവിങ് സ്റ്റേറ്റ് ആവണമെങ്കിൽ മെറ്റാബോളിസം നടന്നെങ്കിലേ പറ്റുള്ളൂ. മെറ്റാബോളിസം നടന്നെങ്കിൽ മാത്രമേ ഈ ലിവിങ് സ്റ്റേറ്റിൽ ഇരിക്കാനുള്ള എനർജി നമ്മുടെ ശരീരത്തിന് കിട്ടത്തുള്ളൂ. വിത്തൗട്ട് മെറ്റാബോളിസം ആർ കാനോട്ട് ബി ലിവിങ് സ്റ്റേറ്റ്. മെറ്റാബോളിസം നടന്നില്ലെങ്കിൽ ആ ഒരു ബോഡി ലിവിങ് സ്റ്റേറ്റിൽ അല്ല. നമ്മൾ മരിച്ചു പോവുകയാണെങ്കിൽ അല്ലെങ്കിൽ ഒരു ഓർഗാനിസം മരിച്ചു പോകുമ്പോൾ അവയിൽ മെറ്റാബോളിസം ഒന്നും നടക്കുന്നില്ല, അവർക്ക് എനർജി പ്രൊഡക്ഷൻ നടക്കുന്നില്ല. എനർജി ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കും? അവിടെ നമ്മുടെ ശരീരം ഇക്വിലിബ്രിയം സ്റ്റേറ്റിലോട്ട് പോവുകയും അവിടെ വർക്കൊന്നും നടക്കാതിരിക്കുകയും ചെയ്യും. ഓക്കെ, ഇനി എൻസൈംസിനെ പറ്റി പറയാണ്. അപ്പോൾ എൻസൈംസ് എന്ന് പറഞ്ഞാൽ എന്താണ്? എൻസൈംസ് എന്ന് വെച്ചാൽ പ്രോട്ടീൻസ് ആണ്. ഓക്കെ, എൻസൈംസ് ഓൾമോസ്റ്റ് എല്ലാ എൻസൈംസും പ്രോട്ടീൻസ് ആണ്. പക്ഷേ കുറച്ച് എൻസൈംസ് എന്താണ്? ന്യൂക്ലിക് ആസിഡ്സ് ആണ്. അവർ എൻസൈം പോലെ ആക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ചില RNA ഒക്കെ ആണെങ്കിൽ എൻസൈം പോലെ ആക്ട് ചെയ്യും. അവരെ റൈബോസൈം എന്നാണ് പറയുന്നത്. മനസ്സിലായോ? അപ്പം ഓൾമോസ്റ്റ് എല്ലാ എൻസൈംസും പ്രോട്ടീനാണ്. പക്ഷേ കുറച്ച് ന്യൂക്ലിക് ആസിഡ്സ് ലൈക്ക് RNA ഒക്കെ ആണെങ്കിൽ എന്ത് സംഭവിക്കും? അവർ ഈ എൻസൈംസ് ആയിട്ടൊക്കെ ആക്ട് ചെയ്യും. അങ്ങനെയുള്ളവരെ പറയുന്നതാണ് റൈബോസൈംസ്. അപ്പോൾ എക്സാമിന് ചോദിക്കാം, എന്താണ് റൈബോസൈം എന്ന് ചോദിച്ചാൽ എന്താണ്? ഓൾമോസ്റ്റ് എല്ലാ എൻസൈംസും പ്രോട്ടീനാണ്. പക്ഷേ കുറച്ച് ന്യൂക്ലിക് ആസിഡ്സ് എൻസൈം പോലെ ആക്ട് ചെയ്യും. അതിനെയാണ് റൈബോസൈം എന്ന് പറയുന്നത്. ഓക്കെ, ആൻഡ് എൻസൈംസ് ലൈക്ക് എനി പ്രോട്ടീൻ ഹാസ് എ primary structure, that is amino acid sequence of the protein. Okay, and enzymes like any protein has a secondary and tertiary structure. നമ്മൾ പ്രോട്ടീൻ്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ എൻസൈംസ് ഉണ്ടാക്കിയിരിക്കുന്നത് എൻസൈം എന്ന് പറയുന്ന പ്രോട്ടീനാണ്. അതിനൊരു പ്രൈമറി സ്ട്രക്ചറും സെക്കൻഡറി സ്ട്രക്ചറും ടേഴ്സറി സ്ട്രക്ചറും ഉണ്ട്. അപ്പം പ്രൈമറി സ്ട്രക്ചർ എന്ന് പറയുന്നത് അമിനോ ആസിഡിൻ്റെ ഒരു ലോങ് സീക്വൻസ് ആണ്. ഓക്കെ, അത് നമ്മൾ പറഞ്ഞായിരുന്നു അല്ലേ? അപ്പം എന്താണ്? പ്രോട്ടീൻ ചെയിൻ തന്നെ ഫോൾഡ് ചെയ്യുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും ക്രിസ് ക്രോസ് ഒക്കെ ആയിട്ട്. അങ്ങനെ ഇങ്ങനെ ഫോൾഡ് ചെയ്യുന്ന സമയത്ത് ചെറിയ ചെറിയ ക്രെവിസസ് അല്ലെങ്കിൽ പോക്കറ്റ്സ് ഒക്കെ ഇങ്ങനെ ഒരു കർവ് പോലൊക്കെ ഫോം ചെയ്യും. ഒരു ക്രെവിസസ്, എന്തെങ്കിലും കയറിയിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഗുഹ പോലൊക്കെയുള്ള ക്രെവിസസ് അല്ലെങ്കിൽ ഒരു എന്താ പറയുന്നത് ഈ പൊത്ത് പോലൊക്കെയുള്ള ഒരു അകത്തേട്ട് ഇച്ചിരി കുഴിഞ്ഞിട്ടുള്ള ക്രെവിസസ് പോലൊക്കെ ഫോം ചെയ്യും. ഓക്കെ, അല്ലെങ്കിൽ പോക്കറ്റ്സ് പോലൊക്കെ ഫോം ചെയ്യും ഇങ്ങനെ പ്രോട്ടീൻ ഇങ്ങനെ ഫോൾഡ് ചെയ്യുമ്പോൾ. അങ്ങനെയുള്ള പോക്കറ്റ്സിനെയാണ് ആക്റ്റീവ് സൈറ്റ് എന്ന് പറയുന്നത്. അപ്പം എൻസൈംസിനകത്തെ ആക്റ്റീവ് സൈറ്റ് എന്താണെന്ന് ചോദിച്ചാൽ എന്താണ്? എൻസൈം എന്ന് വെച്ചാൽ പ്രോട്ടീനാണ്. അവർക്ക് പ്രൈമറി സ്ട്രക്ചറും സെക്കൻഡറി സ്ട്രക്ചറും ടേഴ്സറി സ്ട്രക്ചറും ഒക്കെ ഉണ്ട്. അങ്ങനെ ടേഴ്സറി സ്ട്രക്ചറൊക്കെ ഫോം ചെയ്യുന്ന സമയത്ത് ഈ പ്രോട്ടീൻ്റെ ചെയിൻ ആണെങ്കിൽ തനിയെ ഒരുപാട് ഫോൾഡ് ചെയ്യും. അങ്ങനെ ഫോൾഡ് ചെയ്യുന്ന സമയത്ത് ഒരുപാട് ക്രെവിസസും പോക്കറ്റ്സും ഒക്കെ ഉണ്ടാവും. അങ്ങനെയുള്ള പോക്കറ്റ്സിനെയാണ് ആക്റ്റീവ് സൈറ്റ് എന്ന് പറയുന്നത്. ഈ ആക്റ്റീവ് സൈറ്റ് എന്ന് പറയുന്നത് എന്താണ്? ഈ ഓരോ എൻസൈമിനും ഒരു സബ്സ്ട്രേറ്റ് ഉണ്ട്. ഓക്കെ,
നമ്മളിപ്പം എൻസൈം എന്തിനാണ് യൂസ് ചെയ്യുന്നത്? ഏതെങ്കിലും ഒരു കെമിക്കൽ പ്രോസസ്സ് എളുപ്പത്തിൽ നടക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എൻസൈംസ് യൂസ് ചെയ്യുന്നത്. ഒരു കാറ്റലിസ്റ്റ് ആയിട്ട് യൂസ് ചെയ്യാണ് നമ്മളവിടെ എൻസൈമിനെ. അപ്പം എൻസൈം യൂസ് ചെയ്യുമ്പം എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ എന്താണ്, ഈ റിയാക്ഷൻ്റെ സ്പീഡ് കൂടും. അതൊക്കെ നമ്മളിനി പറയും, ഈ ചാപ്റ്ററിൽ തന്നെ പറയുന്നുണ്ട്. അപ്പം സബ്സ്ട്രേറ്റ് എന്ന് പറയുന്ന ഒരു സാധനം, ആ സബ്സ്ട്രേറ്റ് ആണ് നമുക്ക് പ്രോഡക്റ്റ് ആക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഈ സബ്സ്ട്രേറ്റ് വന്നിട്ട് എവിടേക്കാണ് വന്ന് അറ്റാച്ച് ചെയ്യുന്നത്? ഈ എൻസൈമിൻ്റെ ഈ ആക്റ്റീവ് സൈറ്റിലേക്ക് വന്നിട്ടാണ് സബ്സ്ട്രേറ്റ് വന്നിട്ട് അറ്റാച്ച് ചെയ്യുന്നത്. അപ്പോൾ ഈ സബ്സ്ട്രേറ്റിൻ്റെ ആ സെയിം സൈസിലും അതിന് കയറി ഇരിക്കാൻ വേണ്ടിയിട്ടുള്ള സെയിം ഷേപ്പിലും ഒക്കെ ആയിരിക്കും ഈ ആക്റ്റീവ് സൈറ്റിൻ്റെ രൂപം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ ആക്റ്റീവ് സൈറ്റ് അതിൻ്റെ ആ ഒരു ഷേപ്പ് എന്ന് പറയുന്നത് അതിന് പർട്ടിക്കുലറായിട്ടുള്ള സബ്സ്ട്രേറ്റിന് വേണ്ടിയിട്ടുള്ളതായിരിക്കും. വേറെ സബ്സ്ട്രേറ്റിനൊന്നും അവിടെ കയറി ഇരിക്കാനായിട്ട് പറ്റത്തില്ല. അപ്പോൾ ഓരോ റിയാക്ഷനും ഓരോ പർട്ടിക്കുലർ എൻസൈം ഉണ്ട്. അതിന് പർട്ടിക്കുലർ ആയിട്ടുള്ള സബ്സ്ട്രേറ്റിന് മാത്രമേ അവിടെ വന്ന് ജോയിൻ ചെയ്തിരിക്കാൻ പറ്റത്തുള്ളൂ. എന്നാലേ ആ റിയാക്ഷൻ നടന്ന് പ്രോഡക്റ്റ് ഉണ്ടാവത്തുള്ളൂ. ഓക്കെ, ദസ് എൻസൈംസ് ത്രൂ ദെയർ ആക്റ്റീവ് സൈറ്റ് കാറ്റലൈസ് റിയാക്ഷൻ അറ്റ് ഹൈ റേറ്റ്. അങ്ങനെ ഈ സബ്സ്ട്രേറ്റും ഈ എൻസൈമും തമ്മിൽ നന്നായിട്ട് ജോയിൻ ചെയ്തിരുന്നാൽ മാത്രമേ അവിടെ ആ റിയാക്ഷൻ ഭയങ്കര ഹൈ റേറ്റിലൊക്കെ നടക്കത്തുള്ളൂ. ഓക്കെ, enzymes catalysts differ from inorganic catalysts in many ways. Okay, but one major difference needs mention. ഇൻഓർഗാനിക് കാറ്റലിസ്റ്റും നമ്മുടെ നോർമൽ എൻസൈം കാറ്റലിസ്റ്റും തമ്മിൽ കുറച്ച് വ്യത്യാസങ്ങളുണ്ട്. ഇൻഓർഗാനിക് കാറ്റലിസ്റ്റ് വർക്ക് എഫിഷ്യൻ്റ്ലി അറ്റ് ഹൈ ടെമ്പറേച്ചേഴ്സ് ആൻഡ് ഹൈ പ്രഷേഴ്സ് വൈൽ എൻസൈംസ് ഗെറ്റ് ഡാമേജ്ഡ് അറ്റ് ഹൈ ടെമ്പറേച്ചേഴ്സ്. ഓക്കെ, മനസ്സിലായി പറഞ്ഞത്? ഇൻഓർഗാനിക് കാറ്റലിസ്റ്റ് ആണെങ്കിൽ ഹൈ ടെമ്പറേച്ചറിലും ഹൈ പ്രഷറിലും ഒക്കെ നല്ല എഫിഷ്യൻ്റ് ആയിട്ട് വർക്ക് ചെയ്യും. പക്ഷേ എൻസൈം കാറ്റലിസ്റ്റ് ആണെങ്കിൽ അവർ ഹൈ ടെമ്പറേച്ചറിൽ എന്ന് വെച്ചാൽ ഒരു 40 ഡിഗ്രി സെൽഷ്യസിന് എബോവ് ആയിട്ടാണെങ്കിൽ ഈ എൻസൈംസ് ഒക്കെ അങ്ങ് ഡാമേജ് ആയി പോകും. Okay, however, enzymes isolated from organism who normally live under extremely high temperatures are stable and retain their catalytic power even at high temperatures. അപ്പം ചില എൻസൈംസ് ചില ഓർഗാനിസത്തിനകത്ത് നമ്മൾ ഐസൊലേറ്റ് ചെയ്തെടുക്കുന്ന എൻസൈംസ്, ആ ഓർഗാനിസം എന്ന് പറഞ്ഞാൽ നല്ല ഹോട്ട് വെൻസ് അല്ലെങ്കിൽ സൾഫർ സ്പ്രിങ്സിലൊക്കെ ഒരു 80 തൊട്ട് 90 ഡിഗ്രി സെൽഷ്യസിലൊക്കെ ജീവിക്കുന്ന ഓർഗാനിസത്തിനകത്ത് നമ്മൾ ഐസൊലേറ്റ് ചെയ്തെടുക്കുന്ന എൻസൈം എന്ത് ചെയ്യും? ഈ ഹൈ ടെമ്പറേച്ചറിനെയൊക്കെ വിത്ത്സ്റ്റാൻഡ് ചെയ്യുന്നവരാണ്. എത്ര ഹൈ ടെമ്പറേച്ചർ വന്നാലും അവർ നശിച്ച് ഡാമേജ് ആയി പോകത്തില്ല. അവർക്ക് ആ കാറ്റലിറ്റിക് പവർ അവർ റീറ്റെയിൻ ചെയ്യും, സ്റ്റേബിളായിട്ട് തന്നെ ഇരിക്കും. ഓക്കെ, തെർമൽ സ്റ്റെബിലിറ്റി ഈസ് ദസ് ആൻ ഇമ്പോർട്ടൻറ്റ് ക്വാളിറ്റി ഓഫ് സച്ച് എൻസൈംസ് ഐസൊലേറ്റഡ് ഫ്രം തെർമോഫിലിക് ഓർഗാനിസംസ്. അപ്പോൾ ഇങ്ങനെ ഹൈ ടെമ്പറേച്ചറിൽ ജീവിക്കുന്ന ഓർഗാനിസത്തിന് പറയുന്ന പേരാണ് തെർമോഫിലിക് ഓർഗാനിസംസ്. അപ്പോൾ ഇവരിൽ നിന്നെടുക്കുന്ന ഈ എൻസൈംസിനൊക്കെ തെർമൽ സ്റ്റെബിലിറ്റി വളരെയധികം കൂടുതലായിരിക്കും. ഓക്കെ.